കാറ്ററി 5 സ്റ്റാർ ഇതിലുണ്ട് ഇത്രയുമൊക്കെ. തിന്നവർ അതിൽ അലിഞ്ഞുപോയി. പക്ഷേ മുഴുവനും തിന്നണേ. ഫാരിസ് അബൂബക്കർ അതായത് പെട്ടെന്ന് ഫാരിസ് അബൂബക്കറിന് മഹാമനസ്കനായതാണ്. ഫാരിസ് അബൂബക്കർ പെട്ടെന്ന് നിങ്ങൾ വിട്ടാസിന്റെ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളും ബാക്കിയുള്ളവരെ പോലെ ഈ ഇരുന്നിട്ട് പിന്നെ വീട്ടിലിരുന്നിട്ട് പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്റെ നാട്ടിൽ പോയത്? ഞാൻ നാട്ടിൽ പോയപ്പോഴെന്ന് വെച്ചാൽ ഫാരിസ് അബൂബക്കറിനെ കുറിച്ച് ഒന്നും നിങ്ങൾ എനിക്കൊന്ന് ടെററൈസ് ചെയ്തിരിക്കാൻ തോന്നുന്നു. അല്ല എന്റെ നാട്ടിൽ പോയിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ ഇതുണ്ടോ ഞാൻ ചെയ്ത് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അതൊരു കുറ്റമാക്കിയാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പത്രത്തിൽ ഫോട്ടോ വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാ പത്രത്തിൽ ഫോട്ടോ വരുന്നത്? എന്തിനാ ഇത് വിളിച്ചു പറയുന്നത്? ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ വന്ന കാലത്ത് എന്റെ കയ്യിൽ കാശില്ലാത്ത സമയത്ത് ഓണക്കിറ്റ് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഫോട്ടോ എന്താ പറയാ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് ഒരു മുതലാളി ഓണക്കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തരെയും പാവങ്ങൾ വെയിലത്ത് നിർത്തുക രാവിലെ മുതൽ ഉച്ചവരെ, എന്നിട്ട് ഓണക്കിറ്റ് കൊടുക്കുക. ഈ ഒരു സമ്പ്രദായമൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നിയോണ്ടാണ് ഞാനിപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തത്. ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, കൊടുക്കേണ്ട ആളുകളുടെ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കുക? ഫാരിസ് അബൂബക്കറിന് മുമ്പ് കേരളത്തിൽ ഏതെങ്കിലും സാമൂഹ്യ കായിക സംരംഭങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്? സാമൂഹ്യം കുറെ ചെയ്തിട്ടുണ്ട്, കായികവും ചെയ്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് കേസ് പറയാം ഞാൻ പറയാനാണ്. അല്ല, ഫാരിസ് അബൂബക്കർ അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട, അതായത് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞത് ഫാരിസ് അബൂബക്കർ ഈ പറഞ്ഞ സ്പോർട്സിന് വേണ്ടി, അതായത് എല്ലാ വർഷവും എനിക്കറിയില്ല, എന്നാൽ ഫാരിസ് അബൂബക്കറിന് ആസ്തി അറിയില്ല, ഫാരിസ് അബൂബക്കറിന് ഒരു വർഷം ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ റിയൽ എസ്റ്റേറ്റ് നല്ല ലാഭമുള്ള ബിസിനസ് ആയിരിക്കും ഫാരിസ്, ഒരു സംശയക്കാരത്തിന് വേണ്ട. ഫാരിസ് അബൂബക്കർ കോടിക്കണക്കിന് രൂപ ഫാരിസ് അബൂബക്കർ എന്നുള്ള മുസൽമാൻ യുവാക്കൾക്കുമാണ് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ വലിയൊരു സംഖ്യ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ കേരളത്തില് ചില സ്പോർട്സ് സ്കൂളുകൾക്ക് കൊടുത്തു എന്ന് പറയുന്നു. കൊടുത്തിട്ടുണ്ട്. ഏത് സ്പോർട്സ് സ്കൂളാണ് പറയാൻ? എത്ര വലിയ കൊടുത്തിട്ടുണ്ടോ? ഇതിനേക്കാൾ വലിയ തുക ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളുണ്ട്. ഫാരിസ് അബൂബക്കർ ഏതായിരിക്കാനും താങ്കളൊരു വിവാഹ പുരുഷനായി, ഫാരിസ് എന്ന വിവാഹ പുരുഷനായി ചില കാര്യങ്ങളിൽ സ്പഷ്ടത ഉണ്ടാക്കുന്നതാണ് ഒരു പക്ഷേ. അല്ല, ഞാനിപ്പോ നിങ്ങളിപ്പോ എനിക്കറിയുന്നു, അതായത് നിങ്ങളിപ്പോ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇതാണെന്ന് ഞാനിപ്പോ PT ഉഷയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാശ് കൊടുത്തിട്ടുണ്ട്. പോരെ? അതാണോ നിങ്ങൾക്ക് അറിയേണ്ടത്? അത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് പിന്നെ ഉഷയ്ക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ. അല്ലെ? ഇല്ലല്ലോ, ഉഷയ്ക്ക് രാഷ്ട്രീയം ഇല്ല. ഞാൻ ഇങ്ങനെ സാമൂഹ്യപരമായ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ പറയാറില്ല, അത് എന്റെ ഒരു സൗകര്യമാണ്, എന്റെ ഒരു നേച്ചറാണ്. അത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിന്നെ കുത്തി അത് കൊടുക്കുന്നത്? എന്താണ് PT ഉഷ എന്ന് പറയുന്ന ഒരു താരം 100 ചില്ലാനം പിന്നെ മെഡലുകൾ നേടി എന്നാണ് ഞാൻ കേട്ടത്. 190 ഇഷ്ടം പോലെ ഇന്ത്യയിൽ അത്രയും മെഡലുകൾ നേടിയ ഒരു വ്യക്തി, വലിയ മെഡലുകൾ നേടിയ ഒരു വ്യക്തി വേറെ ഇല്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സഹായിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കേരളത്തിലൊരു അവസ്ഥ വെച്ച് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സഹായം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഫോട്ടോ എടുപ്പിക്കേണ്ട ഒരു കാര്യം കൂടെ. ഫാരിസ് അബൂബക്കർ ഇപ്പൊ നായനാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഫാരിസ് അബൂബക്കറിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടോ CPM ആയിട്ടോ ഇടതുപക്ഷമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ട്? ഫാരിസ് അബൂബക്കർ, എനിക്ക് ഫാരിസ് അബൂബക്കർ ഒരു പ്രഹേളികയാണ്. സ്വാഭാവികമായിട്ട് ശരാശരി എന്താണെന്നറിയാം. നിങ്ങൾ ഈ പ്രഹേളിക എന്നൊക്കെ പറയുമ്പോൾ എന്റെ നാട്ടിൽ മലബാറിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിന്റെ അർത്ഥമാണോ? അന്ന് ഞാൻ ഒരു കാര്യം എന്റെ നാട്ടിൽ പ്രഹേളിക നിങ്ങൾ റഷ്യയെ കുറിച്ച് മറ്റേ വിൻസെന്റ് അല്ല, പ്രഹേളിക എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാതെ വളരെ വിരിഞ്ഞിരിക്കുന്ന ഒരു പ്രകടനക്കാരനാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അത് വിൻസെന്റ് ചേർത്ത് ഒരു കാര്യം പറഞ്ഞു റഷ്യയെ കുറിച്ച്. അതായത് റിഡിൽ റാപ്പ് ഇൻസൈഡ് എ മിസ്റ്ററി ഇൻ എ എനിഗ്മ. അതിന് മലയാളം കൂടെ പറഞ്ഞു. അതാണ് വലിയ കോംപ്ലിക്കേറ്റഡ്. എന്നാൽ ഞാൻ ഒന്നും കൂടി പറയാം. എ റിഡിൽ റാപ്പ് ഇൻ എ മിസ്റ്ററി ഇൻ എ എനിഗ്മ. അത് വേറെ കുറച്ച് ഉപദേശിക്കുന്ന ആവശ്യക്കുറിച്ച് ഇപ്പം മലയാളി മുഴുവൻ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു നിർവചനം അല്ലെങ്കിൽ ഈ ഒരു വിശേഷണം പാരീസിനെ കുറിച്ചാണ് പറയണേ. പാരീസ് ഒരു ദുരൂഹ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അതായത് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയുടെ, ഇന്ന് അദ്ദേഹം മലയാള മനോരമയുടെ FM റേഡിയോയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. പേര് ഞാൻ പറയാം, എനിക്ക് പഠിക്കുന്നത് ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെ പറഞ്ഞറിയും ഈ ഫാരീസ് അബൂബക്കർ എന്നുള്ള കഥാപാത്രമില്ല.
ഇതൊരു ഭാവനയിൽ ഉരുത്തിരിഞ്ഞൊരു കഥാപാത്രമാണ്. ചിലർ അപ്പൊ അതിനുശേഷം അതിനെ കൂട്ടിച്ചേർത്തു. ഇത് ഞാൻ പറഞ്ഞൊന്നും പറയണ്ട. അതായത് വർക്കിൽ പിതാവിന്റെയും അറക്കൽ പിതാവിന്റെയും ഒക്കെ ഭാവനയിൽ ഉണ്ടായിട്ടുള്ള ഒരു കഥാപാത്രം മാത്രമാണ് പാരീസ്. അപ്പൊ പാരീസിന്റെ ഒരു ദുരൂഹതയുണ്ട്. പാരീസിനെ പിന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ചർച്ചിനെ ഒന്ന് കൂട്ടുപിടിക്കുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ചർച്ചിന് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു റോങ് പബ്ലിസിറ്റി. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും കൂടെ നിങ്ങൾ തയ്യാറാവും. വർക്കി പിതാവിനും അറക്ക പിതാവിനും ഇങ്ങനെ ഭാവനയിൽ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അവർ ഈ കാശൊന്നും എടുത്തുകൊണ്ട് എവിടെയും പോകുന്നൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തുറന്നു പറയണം എന്നുള്ള ഒരു സമീപനമാണ് എനിക്ക്. കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും തുറന്ന സമീപനവും തുറന്ന കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് നന്മയുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ദുരൂഹതയാണ്, ഞാൻ ദുരൂഹത അതിനല്ലേ നിങ്ങളുടെ മുന്നിൽ ഇത്രയും ഇതായിട്ട് ഞാൻ വന്നിരിക്കുന്നു. പിന്നെ പാരീസ് ഞാൻ ചോദിച്ച ചോദ്യം, അതായത് നയനാർ മെമ്മോറിയൽ ഫുട്ബോളിലേക്ക് പാരീസ് ആകർഷിക്കപ്പെടും. പാരീസ് പറയും ഞാൻ ആകർഷിക്കപ്പെടുകയൊന്നുമല്ല. ഞാൻ നായനാർ മെമ്മോറിയൽ ഫുട്ബോളിലേക്കല്ല ആകർഷിക്കപ്പെട്ടത്. ഫുട്ബോളിലേക്ക് ഞാൻ എന്നും ആകർഷിക്കപ്പെട്ടു. പാരീസ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിലെ ഒരുപക്ഷെ നമ്മളെല്ലാവരും പറയാറുണ്ട് എല്ലാ മനുഷ്യനും ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ പാരീസിനോട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്റെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ അത് എന്താ അത് പറയാം. എന്നാലും പാരീസിന്റെ അഭിപ്രായം അതിനുശേഷം ഞാൻ എന്റെ അഭിപ്രായം എന്റെ നാട്ടിൽ എനിക്ക് സാധാരണ ഞാനൊരു വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാനൊരു ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്ത ഉള്ള ഒരാളാണ്. അതൊരു പക്ഷെ നിങ്ങൾക്ക് ദീപികയുടെ ചില മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് അതും വിചാരിച്ച് അന്ധമായിട്ട് ഇത് പറയേണ്ട ഒരു കാര്യമൊന്നും എനിക്കില്ല. അതേ സ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് ഞാൻ കാശ് കൊടുക്കാറുണ്ട്. സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ കാശ് കൊടുക്കാറുണ്ട്. അതിനൊരു രാഷ്ട്രീയ ഭേദമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ രാഷ്ട്രീയക്കാരെന്താ മരത്തുനിന്ന് പൈസ പറിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രീയക്കാർ നല്ല കാര്യം ചെയ്യാൻ അവരെ വീട്ടിൽ കൊണ്ടുപോകാനല്ലോ. കേരളത്തിലൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർക്കും UDF-കാർക്കും ലീഗുകാർക്കും CPM-കാർക്കും അവർക്കെല്ലാം പൈസ കൊടുക്കുന്നതാണല്ലോ. ഈ പൈസ കൊടുത്തിരുന്നു എന്നതോ ഇവിടുത്തെ സർക്കാർ ലീഗുകാർക്കോ പിന്നെ കോൺഗ്രസ്സുകാർക്കും പൈസ കൊടുത്താൽ അവർ ആ പൈസ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് അതിനുപയോഗിച്ച് അതിന്റെ ഒരു നന്മയെ അവരതിൽ നിന്നും ഉണ്ടാക്കുള്ളൂ. അല്ലാതെ നിങ്ങളെപ്പോലെ ഈ പൈസ വാങ്ങി വെച്ചിട്ട് അതിന്റെ പേരിൽ മാച്ച് നടത്തി അത് തന്ന ആളുകളെ ക്രൂശിക്കാൻ വേണ്ട ഗ്രൂപ്പ് വൈരത്തിന്റെ പേരിൽ മാത്രം ഇത് ചെയ്യുന്ന പരിപാടി കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവില്ല, വേറൊരു പാർട്ടിക്കും ഉണ്ടാവില്ല. കരുണാകരനും ആന്റണിയും തല്ലുകൂടുന്ന സമയത്ത് ഒരു നല്ല കാര്യത്തിന് എന്തെങ്കിലും ചെയ്ത ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള വിവാദത്തിലേക്ക് വലിച്ചേക്കാൻ അവർ തയ്യാറാവില്ല. കാരണം അവർക്കറിയാം നാളെ സോഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കറിയാം നാളെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ, നാളെ ഏതെങ്കിലും ഒരു വ്യക്തി, നാളെ ഇപ്പൊ ഇന്നത്തോടുകൂടി തീരില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇതോ ഒന്നും തീരില്ലല്ലോ. വ്യക്തികളുടെ ജീവിതം തീരുമായിരിക്കും, അവർക്ക് പ്രവർത്തിക്കാനുള്ള സമയം തീരുമായിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള വ്യക്തികളെ കാര്യസമൂഹത്തിൽ പറഞ്ഞ് എനിക്ക് ഒരുപാട് രാഷ്ട്രീയക്കാരെ അറിയാറുണ്ട്. ഞാൻ വിവരം ശേഖരിച്ചപ്പോൾ പാരീസിന്, അതായത് കേന്ദ്രമന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്,